ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട തിരുക്കുടുംബം ദൈവദൂതൻ്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവദൂതൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മടക്കയാത്ര ആരംഭിക്കുന്നു. പാതിവഴിയിലാണ് ഹെറോദോസ് മരിച്ചെങ്കിലും അവൻ്റെ മകൻ അർക്കലാവോസ് ദേശാധിപതിയായി വാഴുന്നു. അപ്പനേക്കാൾ ക്രൂരനായ മകൻ ഒരുപക്ഷെ യേശുവിൻ്റെ കഥകളൊക്കെ അറിഞ്ഞാൽ അവനെ വീണ്ടും വധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ചരിത്രത്താളുകളിൽ ഇടം നേടിയതുപോലെ യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന് നസ്രത്തിൽ ചെന്ന് വാസിക്കുകയാണ്. ലോകചരിത്രത്തിൽ യേശുവിനെ ചരിത്രപുരുഷനായി രേഖപ്പെടുത്തുന്നിടത്തെല്ലാം ജീസസ് ഓഫ് നാസ്രത്ത്, നസ്രത്തിലെ യേശു എന്നാണല്ലോ പറയപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കടന്നുപോകലും അവിടത്തേക്ക് ആവശ്യമായിരുന്നു. ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതികൾ അവന് വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ടതായിരുന്നിട്ടും ദൈവദൂതൻ്റെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന തിരുക്കുടുംബം. ദൂതൻ പറയുന്നു, അത് ചെയ്യുന്നു. സ്വന്തം യുക്തിക്കോ ബുദ്ധിക്കോ തീരുമാനങ്ങൾക്കോ ഇടം നൽകാതെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുന്ന തിരുക്കുടുംബത്തിലെ 3 വ്യക്തിത്വങ്ങൾ. താൻ പോരുമയുടെയും അഹങ്കാരത്തിൻ്റെയും ഭാവങ്ങളില്ല. കുറേ നാളായല്ലോ ഞങ്ങളെ ഈജിപ്തിൽ കൊണ്ട് തട്ടിയിട്ട് എന്തേ തിരിച്ചു കൊണ്ടുപോകാത്തതെന്ന് പരാതിയില്ല. യുക്തമായ സമയത്ത് തക്ക രീതിയിൽ അവൻ ഇടപെട്ടുകൊള്ളുമെന്ന് ഉറപ്പുണ്ടായിരുന്നു തിരുക്കുടുംബത്തിന്. കൃത്യതയോടെ പ്ലാൻ ചെയ്ത് അറിഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷമുള്ള യാത്ര, അത് ബെത്ലഹേമിലെത്തും മുമ്പ് ഏറെ ഗൗരവമുള്ള മറ്റൊരു വാർത്ത അവർ അറിയുകയാണ്. അർക്കലാവൂസ് അപ്പനേക്കാൾ ക്രൂരനായ മകൻ. ദൈവം എന്തേ ഇത് കൃത്യമായി പഠിക്കാഞ്ഞ്, എന്തിനാ ഞങ്ങളെ വീണ്ടും ഒരു മരണവക്രത്തിലേക്ക് തള്ളിവിടുന്നത് എന്നൊന്നും ചോദിക്കണില്ല. യുക്തിഭദ്രമായ ഒരു തീരുമാനമെടുത്ത് നസ്രത്തിലേക്ക് ദൂതൻ അവരെ അയക്കുകയാണ്. അങ്ങനെ അവൻ നസ്രത്തിലെ യേശുവായി മാറുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ നിയോഗം, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് നമുക്കറിയുക. ക്രിസ്തുനാഥന് പോലും ബോധ്യമില്ലാതിരുന്ന ഈ മേഖല ദൈവപിതാവിൻ്റെ സ്വകാര്യ തീരുമാനമാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യണില്ല ആരും. ദൈവം തീരുമാനിച്ചതുപോലെ എല്ലാം നടന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ നസ്രായനായ യേശുവെന്ന് അവൻ വിളിക്കപ്പെടുന്നുവെന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നിട്ടും ആ സൂചനയിലേക്ക് നയിക്കപ്പെടാതിരുന്നതിനെക്കുറിച്ച് പരാതിയില്ല. നസ്രത്തിൽ എത്തി 1 മുതൽ ആരംഭിക്കുന്ന പുതിയൊരു കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം, അത് ദൈവത്തിൻ്റെ ചെക്കിന് വേണ്ടി കാത്തിരിക്കാതെ, ദൈവത്തിൻ്റെ മണി ഓർഡറിന് വേണ്ടി കാത്തിരിക്കാതെ അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന യേശുപിതാവ് തനിക്ക് ലഭ്യമായ സമയത്ത് നൂൽക്കുപ്പായം ഉണ്ടാക്കി, കമ്പിളി വസ്ത്രങ്ങളുണ്ടാക്കി ഭർത്താവിനെ സഹായിച്ച് കുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്ന പരിശുദ്ധ അമ്മ, വീട്ടുജോലിയിൽ, ആശാരിപ്പണിയിൽ അപ്പനെ സഹായിച്ചുകൊണ്ട് നസ്രത്തിലെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുന്ന മനുഷ്യനായ യേശുനാഥൻ. ഇവരുടെ എല്ലാം ഒരു സമ്മേളനമാണ് ആ തിരുക്കുടുംബ അനുഭവത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, തിരുവചനം ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു.
നിന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടവൻ കർത്താവാണ്. നിന്റെ തീരുമാനമനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. ദൈവഹിതത്തിന് ഒന്ന് ചെവിയോർക്കാൻ, ദൈവഹിതത്തിന് വില കൊടുക്കാൻ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.